ങ്ങളിൽ നിന്നുമുള്ള ആദ്യത്തെ മാർപ്പാപ്പ കൂടിയായിരുന്നു. 731-741 കാലഘട്ടത്തിലെ സിറിയയിൽ നിന്നുള്ള ഗ്രിഗറി മൂന്നാമന് ശേഷം യൂറോപ്പിന് പുറത്ത് നിന്നുള്ള മാർപ്പാപ്പയും അദ്ദേഹമാണ്. ജോൺ ലോറൻസ് ഉണ്ട് വിവരങ്ങളുമായി. ലോറൻസ് പറയൂ. കാളിദാസൻ, അതായത് കത്തോലിക്ക സഭയുടെ 266ാമത്തെ മാർപ്പാപ്പയും പരിശുദ്ധ ശ്രീ പത്രോസിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആളുമായ പോപ്പ് ഫ്രാൻസിസ് ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്നു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ വലിയ നിർണായകമായ സംഭാവനകൾ നൽകിയ ആൾ എന്ന നിലയിലായിരിക്കും അദ്ദേഹം അറിയപ്പെടുക. സഭയുടെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി തന്നെ വലിയ തോതിൽ ലോക ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ യൂറോപ്പിന് പുറത്തു നിന്ന് മാർപ്പാപ്പയാകുന്ന ആദ്യത്തെ ആളാണ്. അത് മാത്രമല്ല ലത്തീൻ അമേരിക്കയിൽ നിന്ന് പോപ്പാകുന്ന ആദ്യത്തെ ആളാണ്. പോപ്പ് റാറ്റ്സിംഗറിൻ്റെ, അതായത് ബെനഡിക്ട് 16 പിൻഗാമിയായാണ് അദ്ദേഹം മാർപ്പാപ്പ പദവിയിൽ അവരോധിതനാകുന്നത്. 2013 മാർച്ച് 13 അദ്ദേഹം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പൂർവാശ്രമത്തിൽ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹം അടയാളപ്പെടുത്തുന്നത്, അദ്ദേഹം ഒരിക്കൽ പോപ്പ് സ്ഥാനത്തേക്ക് മത്സരിച്ച് രണ്ടാമതായി എത്തിയതിനു ശേഷം, അല്ലെങ്കിൽ റണ്ണറപ്പ് ആയതിനു ശേഷം ബെനഡിക്ട് 16 മത്സരത്തിൽ അദ്ദേഹം രണ്ടാമതായി എത്തുകയും മാർപ്പാപ്പ പദവിയിൽ, അല്ലെങ്കിൽ കർദിനാൾമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയുമായിരുന്നു. പക്ഷേ 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ 5ാമത്തെ വോട്ടെടുപ്പിൽ അദ്ദേഹം വീണ്ടും കത്തോലിക്ക സഭയുടെ അധിപനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയൊരു ചരിത്രമാണ്. കാരണം ഒരിക്കൽ പോപ്പ് പദവിയിലേക്ക് പരിഗണിക്കപ്പെട്ട ഒരാളെ കർദിനാൾമാർ വീണ്ടും പരിഗണിക്കില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ എന്നിരുന്നാലും രണ്ടാമത്തെ ജോസഫ് റാറ്റ്സിംഗറിന് ശേഷം, അല്ലെങ്കിൽ ബെനഡിക്ട് 16 ശേഷം നടന്ന കോൺക്ലേവിൽ അദ്ദേഹത്തെ കത്തോലിക്ക സഭയുടെ കർദിനാൾമാർ അദ്ദേഹത്തെ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചു. അദ്ദേഹം വളരെ പരിഷ്കരണവാദിയാണ്, അതോടൊപ്പം തന്നെ യാഥാസ്ഥിതികനാണ്. സഭയെ ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു, അല്ലെങ്കിൽ സഭയുടെ കലുഷിതമായ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സഭയെ ചേർത്ത് പിടിക്കുമെന്ന് വിശ്വാസമുള്ളതുകൊണ്ടായിരുന്നു കർദിനാൾമാർ അദ്ദേഹത്തെ രണ്ടാമതായും തെരഞ്ഞെടുക്കപ്പെടുന്നത്. അർജന്റീനയിലെ നിന്നുള്ള കർദിനാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മാരിയോ ബെർഗോളിയ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര്, അല്ലെങ്കിൽ കർദിനാൾ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മാരിയോ ബെർഗോളിയ എന്നായിരുന്നു. അദ്ദേഹം പോപ്പ് ഫ്രാൻസിസ് എന്ന പേരിൽ അദ്ദേഹം പോപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പേര് തിരഞ്ഞെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി അദ്ദേഹം കത്തോലിക്ക സഭയെ നയിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന മാർപ്പാപ്പമാരിൽ ഏറ്റവും ഉന്നതനും അതോടൊപ്പം തന്നെ പരിഷ്കരണവാദിയുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കത്തോലിക്ക സഭ യാഥാസ്ഥിതികമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കത്തോലിക്ക സഭയിലേക്ക് ഒരു പരിഷ്കരണവാദം, അല്ലെങ്കിൽ പരിഷ്കരണവാദത്തിന് യാതൊരു ഇടവുമില്ലാത്ത കത്തോലിക്ക സഭയിലേക്ക് തൻ്റേതായ ശൈലിയിലൂടെ പരിഷ്കരണം കൊണ്ടുവന്ന ഒരാൾ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുക. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ വിശേഷിക്കാം: സഭയ്ക്കകത്തേക്ക് ടോർച്ച് അടിച്ചയാൾ എന്നാണ് അദ്ദേഹത്തെ വിശേഷിക്കപ്പെടുന്നത്. കാരണം സഭയ്ക്കകത്തേക്കുള്ള ഇരുട്ടിലേക്ക് അദ്ദേഹം ടോർച്ച് അടിക്കുകയും ആ ചെറിയ വെളിച്ചത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മറ്റ് മാർപ്പാപ്പമാരിൽ അദ്ദേഹം വ്യത്യസ്തനായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം, അദ്ദേഹം ആലംബഹീനരെയും അതോടൊപ്പം തന്നെ ദരിദ്രരെയും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. അദ്ദേഹത്തിൻ്റെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ആർക്ക് വേണ്ടിയാണോ ചെലവഴിച്ചത്? ദരിദ്രർക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. അതുപോലെ ട്രാൻസ്ജെൻഡർമാർക്കും വിവാഹമോചിതർക്കും വേണ്ടിയല്ല അദ്ദേഹം സ്വന്തമായ ഒരു നിലപാടെടുത്തു. സഭയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി, പക്ഷേ അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. വത്തിക്കാനെ നവീകരിക്കുന്നതിൽ അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു. വത്തിക്കാൻ ബാങ്കിലെ അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടി. വലിയ തോതിലുള്ള അഴിച്ചുപണി അദ്ദേഹം നടത്തി എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം, സഭയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭയിൽ വലിയ കോളിളക്കമൊന്നും അദ്ദേഹം ഉണ്ടാക്കിയില്ല, അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അതോടൊപ്പം തന്നെ നിർധനരെയും ആലംബഹീനരെയും എല്ലാം ചേർത്ത് പിടിച്ചു എന്നതിലുപരിയായി അദ്ദേഹം സഭ ആരെയൊക്കെയാണോ കാലങ്ങളായി അകറ്റി നിർത്തി, 2000 വർഷത്തിലധികം പാരമ്പര്യമുള്ള സഭയുടെ ചരിത്രത്തിൽ സഭ ആരെയൊക്കെയാണോ മാറ്റി നിർത്തിയിരുന്നത് അവരെയെല്ലാം ചേർത്ത് പിടിക്കാൻ ഈ പോപ്പ് ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേപ്പസിയും, അല്ലെങ്കിൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാർപ്പാപ്പയായി മാറും
മാറും എന്നുള്ള കാര്യം തർക്കമില്ല. മറ്റ് മാർപ്പാപ്പന്മാർ, ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമ്മൾ പരിശോധിക്കുകയാണ്. അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ലോകമെമ്പാടും അദ്ദേഹം യാത്ര ചെയ്തു. പക്ഷേ അദ്ദേഹം സഭയ്ക്കകത്ത് ഒരു മാറ്റത്തിന് അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് വന്ന ജോസഫ് റാറ്റ്സിംഗർ അല്ലെങ്കിൽ ബെനഡിക്ട് 16 അദ്ദേഹം വളരെ യാഥാസ്ഥിതികനായിരുന്നു. സഭയ്ക്കകത്ത് അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾക്കൊന്നും അദ്ദേഹത്തിന് തയ്യാറായില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് ആരെയൊക്കെയാണോ സഭ മാറ്റി നിർത്താൻ ശ്രമിച്ചത്, അദ്ദേഹം ആ സഭയെ കൂടി